അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഡിറ്റർമിനൻ്റ് ഓഫ് ആൻ ഓപ്പറേറ്റർ. ഫോർ ടി ബിലോങ്സ് ടു എൽ ഓഫ് വി, വി ഡിഫൈൻ ദ ഡിറ്റർമിനൻ്റ് ഓഫ് ടി ഡിനോട്ടഡ് ഡിറ്റ് ടി ടു ബി -1 ടു ഡയമെൻഷൻ വി ടൈംസ് ദ കോൺസ്റ്റൻറ്റ് ടൈം ഇൻ ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ടി. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ആൻ ഓപ്പറേറ്റർ ഓൺ എ വെക്ടർ സ്പേസ് വി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിലെ കോൺസ്റ്റൻറ്റ് ടൈമിനെ -1 ഡയമെൻഷൻ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എന്താണോ അത്. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ പഠിച്ച ആ ഒരു ഭാഗത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോം എങ്ങനെ വരും. ഒരു കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണെങ്കിൽ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് Z⁻n മൈനസ് λ1 പ്ലസ് λ2 പ്ലസ് എക്സെട്ര പ്ലസ് λn ഇൻറ്റു Z⁻n−1 പ്ലസ് എക്സെട്ര പ്ലസ് ഏറ്റവും ലാസ്റ്റ് -1 n ഇൻറ്റു λ1 ഇൻറ്റു λ2 ഇൻറ്റു എക്സെട്ര λn ആണ്. ആ -1n ആ n എന്ന് പറയുന്നതാണ് ഈ ഡയമെൻഷൻ വി എന്ന് പറയുന്നത്. അവിടെ അത് n ആണ് നമ്മൾ ആ പഠിച്ചതിനകത്ത്. അപ്പോൾ ജനറലി പറയുമ്പോൾ അത് -1 ഡയമെൻഷൻ വി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ -1 ഡയമെൻഷൻ വി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്താ ശരിക്കും വന്നിരിക്കുന്നത്, കോൺസ്റ്റൻറ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന അവിടെയും ഒരു -1 ഡയമെൻഷൻ വി വന്നിട്ടുണ്ട്. അതേ ഇൻറ്റു λ1 ഇൻറ്റു വെച്ചിട്ട് λn. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു -1 ഡയമെൻഷൻ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം -1 ഡയമെൻഷൻ വി വന്നിരിക്കുന്നത് കൊണ്ട് അതങ്ങ് പോസിറ്റീവ് ആവും. പിന്നെ ഡിറ്റ് ടി ആയിട്ട് എന്താ നമുക്ക് കിട്ടുക, ആ ഐഗൻ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് മൾട്ടിപ്ലിസിറ്റി എല്ലാം കൗണ്ട് ചെയ്യണം. ഒരേ ഐഗൻ വാല്യൂ തന്നെ ഒന്നിലധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. എല്ലാം നമ്മൾ പ്രോഡക്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഓക്കെ, ദ മോട്ടിവേഷൻ ഫോർ ദ ഫാക്ടർ -1 ഡയമെൻഷൻ വി ഇൻ ദിസ് ഡെഫിനിഷൻ കംസ് ഫ്രം 10.6. അത് 10.6 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ആ ഇക്വേഷനാണ്. ടെക്സ്റ്റിൽ അത് 10.6 ആണ്. ഇഫ് വി ഈസ് എ കോംപ്ലക്സ് വെക്ടർ സ്പേസ് ദെൻ ഡിറ്റ് ടി ഈക്വൽസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൻ വാല്യൂസ് ഓഫ് ടി കൗണ്ടിങ് മൾട്ടിപ്ലിസിറ്റി. ദിസ് ഫോളോസ് ഇമ്മീഡിയറ്റ്ലി ഫ്രം 10.6. Recall that if V is a complex vector space, then there is a basis of V with respect to which T has an upper triangular matrix. Thus, dit T equals the product of the diagonal entries of this matrix. അപ്പോൾ നമ്മൾ 5.13 പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കോംപ്ലക്സ് വെക്ടർ സ്പേസിനകത്തിലൊരു ലീനിയർ ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ അതിനൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബേസിസ് ഉണ്ടാവും നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽ എൻട്രീസ് ആണ്. പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽ എൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണലിൽ വന്നിരിക്കുന്നത് എന്താണ്, ഐഗൻ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൻ വാല്യൂസ് കാണാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽ എൻട്രീസ് ഓഫ് ദിസ് മെട്രിക്സ് കണ്ടുപിടിച്ചാൽ മതി. If V is a real vector space, then dit T equals the product of the eigenvalues of T times the product of the second coordinates of the eigenpairs of T. അപ്പോൾ റിയൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അതിൽ വ്യത്യാസം വരുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിനകത്തിൽ കോൺസ്റ്റൻറ്റ് ടൈമിൻ്റെ അവിടെ വരുന്നത് നമുക്ക് -1 m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നമ്പർ ഓഫ് റിയൽ ഐഗൻ വാല്യൂസ് ആയിരുന്നു അവിടെ വന്നിരുന്നത്. അപ്പോൾ -1 m ഇൻറ്റു നമ്മുടെ റിയൽ ഐഗൻ വാല്യൂസ് ഇൻറ്റു പിന്നെ ഐഗൻ പേഴ്സിൻ്റെ സെക്കൻഡ് കോർഡിനേറ്റ് കൂടാണ് അവിടെ കോൺസ്റ്റൻറ്റ് ടൈമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ നമ്മൾ ഈ -1 ഡയമെൻഷൻ വി തന്നെയാണ് വരുന്നത്. അവിടെ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. If is a real vector space, then dit T equals the product of the eigenvalues of T times the product of the second coordinates of the eigenpairs of T, each repeated according to multiplicity. This follows from 10.7 and the observation that m is equal to dimension v minus 2m in the notation of 10.7 and hence -1 m is equal to -1 dimension v. ഇനി -1 m is equal to -1 dimension v minus 2m എന്ന് നമുക്ക് എഴുതാമല്ലോ. ഇനി -1 2m ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് -1 2m ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് അതെന്താവും, അതങ്ങ് പോസിറ്റീവ് ആവും. അപ്പോൾ -1 സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നു, -1 ഡയമെൻഷൻ വി എന്ന് പറയുന്നു സെയിം ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ -1 ഡയമെൻഷൻ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ കോൺസ്റ്റൻറ്റ് ടൈമിനെ എടുക്കുന്നത്. അപ്പോൾ ഈ -1 ഡയമെൻഷൻ വി അവിടുത്തെ -1 എം എന്ന് പറയുന്നതും കൂടെ ചേരുമ്പോൾ അത് പോസിറ്റീവ് ആവും. പിന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഗൻ വാല്യൂസ്, റിയൽ ഐഗൻ വാല്യൂസും പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൻ വാല്യൂസ് ഓഫ് ടി, അതിനെയാണ് നമ്മൾ ഐഗൻ വാല്യൂസ് എന്ന് വിളിച്ചത്. പിന്നെ ബാക്കി വരുന്ന ഐഗൻ പേഴ്സിൻ്റെ സെക്കൻഡ് കോർഡിനേറ്റിൻ്റെ പ്രോഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിയൽ വെക്ടർ സ്പേസിൻ്റെ അകത്ത് നമുക്ക് ഡിറ്റർമിനൻ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ടി ബിലോങ്സ് ടു എൽ ഓഫ് C3 is a product, is the operator whose matrix is given by 10.8. നമ്മൾ 10.8-നകത്തിലൊരു ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. Is operator whose matrix is given with 10.8. As we noted in the last section, the eigenvalues of T are
അപ്പോൾ നമ്മൾ ആ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ വാല്യൂസ് അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1, 2 + 3 8 ആൻഡ് 2 - 3 8 ഈച്ച് വിത്ത് മൾട്ടിപ്ലിസിറ്റി 1. ഓക്കെ, ഓരോന്നിൻ്റെയും മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കമ്പ്യൂട്ടിങ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൻ വാല്യൂസ് വി ഹാവ് dt ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിൻ്റെ ഐഗൻ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്നു. ഇതൊരു കോംപ്ലക്സ് വെക്റ്റർ സ്പേസ് ആണല്ലോ. C3 എന്ന് പറയുന്നല്ലോ, C3 എന്ന് പറഞ്ഞൊരു C3 കോംപ്ലക്സ് വെക്റ്റർ സ്പേസ് ആണ്. അപ്പോൾ നമ്മളിവിടെ പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ഡിറ്റർമിനൻറ്റ് കിട്ടുമെന്ന നമ്മുടെ ഡെഫിനേഷനിൽ പറയുന്നത്. അപ്പോൾ 1 × 2 + 3 × 2 - 3 ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കിട്ടും dt ഈസ് ഈക്വൽ ടു 13 കിട്ടും. ആസ് അനദർ എക്സാമ്പിൾ, സപ്പോസ് T ബിലോങ്സ് ടു L ഓഫ് R3 ആണെന്ന് വിചാരിക്കുക. ഈസ് ഓപ്പറേറ്റർ ഹൂസ് മെട്രിക്സ് ഈസ് ഓൾസോ ഗിവൺ ബൈ, അതേ നേരത്തെ നമ്മൾ പഠിച്ച അതേ മെട്രിക്സ് തന്നെയാണെന്ന് വിചാരിക്കുക. നോട്ട് ദാറ്റ് ഇൻ ദി പ്രീവിയസ് പാരഗ്രാഫ് വി ആർ വർക്കിംഗ് ഓൺ എ കോംപ്ലക്സ് വെക്റ്റർ സ്പേസ്, നൗ വി ആർ വർക്കിംഗ് ഓൺ എ റിയൽ വെക്റ്റർ സ്പേസ്. ദെൻ ആസ് വി നോട്ടഡ് earlier 1 ഈസ് ദ ഓൺലി ഐഗൻ വാല്യൂ ഓഫ് T. അപ്പോൾ ഇതിനകത്തുള്ള ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് 1 മാത്രമാണ്. മറ്റേ റിയൽ വെക്റ്റർ സ്പേസ് ആയതുകൊണ്ട് 2 + 3 × 2 - 3 അവിടെ കൗണ്ട് ചെയ്യത്തില്ല. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഐഗൻ പെയേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സെക്കൻഡ് കോർഡിനേറ്റ് എടുക്കണം. ഇനി ഹാസ് മൾട്ടിപ്ലിസിറ്റി 1 ആണ്, 1ൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണ്. ഇനി ഐഗൻ പെയർ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയോ? നമ്മുടെ ഈ 2 + 3 × 2 - 3 ഇല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ x - 2 + 3a × x - 2 - 3a എടുക്കുക. നമ്മളത് അവിടെയൊക്കെ ഞാനിത് വിശദീകരിച്ച് പറഞ്ഞത് അത് പഠിച്ചപ്പോൾ. അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കവിടെ എക്സിൻ്റെ, അതായത് കിട്ടുന്ന ഒരു ക്വാഡ്രാറ്റിക് ഫോം ആയിരിക്കും. അതിനകത്ത് കിട്ടുന്ന എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ കിട്ടും. അതിനകത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് നമുക്ക് -4 കിട്ടും, കോൺസ്റ്റൻ്റ് ടൈമായിട്ട് 13 കിട്ടും. അതിനെയാണ് നമ്മൾ ഐഗൻ പെയറായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ദ ഓൺലി ഐഗൻ പെയർ ഓഫ് T. ഇറ്റ് ഹാസ് മൾട്ടിപ്ലിസിറ്റി 1. കമ്പ്യൂട്ടിംഗ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൻ വാല്യൂസ് ടൈംസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി സെക്കൻഡ് കോർഡിനേറ്റ്സ് ഓഫ് ദി ഐഗൻ പെയർസ് വി ഹാവ്. അപ്പോൾ ഐഗൻ വാല്യൂസ് ആയ 1 × ഇതിൻ്റെ ഐഗൻ വാല്യൂ 1 × ഐഗൻ പെയറിൻ്റെ സെക്കൻഡ് കോർഡിനേറ്റ് 13. നമുക്ക് എന്ത് കിട്ടും? 13 കിട്ടും. ഡിറ്ററ്റ് ഈസ് ഈക്വൽ ടു 13 കിട്ടും. ദി റീസൺ ദാറ്റ് ദ ഓപ്പറേറ്റേഴ്സ് ഇൻ ദി 2 പ്രീവിയസ് എക്സാമ്പിൾസ് ഹാവ് ദി സെയിം ഡിറ്റർമിനൻറ്റ് വിൽ ബിക്കം ക്ലിയർ ആഫ്റ്റർ വി ഫൈൻഡ് എ ഫോർമുല. The reason that the operators in the 2 previous examples have the same determinant will become clear after we find a formula valid on both complex and real vector spaces for computing the determinant of an operator from its matrix. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ റിയൽ വെക്റ്റർ സ്പേസ് ആണ്, കോംപ്ലക്സ് വെക്റ്റർ സ്പേസ് ആണ്, അങ്ങനെ 2 കേസിൽ എടുത്തപ്പോഴും നമ്മൾ 2 രീതിയിൽ, ഇതിൻ്റെ ഓരോന്നിനും ഓരോ രീതി ഉണ്ടെന്ന് പറഞ്ഞു, 2 രീതിയിൽ കണ്ടുപിടിച്ചപ്പോഴും 13 തന്നെയാണ് ഡിറ്റർമിനൻറ്റ് കിട്ടിയത് ഈ ഒരേ ലീനിയർ ഓപ്പറേറ്ററിന്. ഓക്കെ, അപ്പോൾ അപ്പോൾ റിയൽ ആയാലും കോംപ്ലക്സ് വെക്റ്റർ സ്പേസ് ആയാലും രണ്ടിനും വാലിഡ് ആവുന്ന രീതിയിലുള്ളൊരു ഫോർമുല നമ്മളിനി കണ്ടുപിടിക്കാൻ പോവുകയാണ്. അത് ഒരു മെട്രിക്സിനകത്തു നിന്നായിരിക്കും ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഇൻ ദിസ് സെക്ഷൻ വി വിൽ പ്രൂവ് സം സിമ്പിൾ ബട്ട് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ്. In the next section, we will discover how to calculate dit T from the matrix of T with respect to an arbitrary basis. We begin with the crucial result that has an easy proof with our approach. In this section, we will prove some simple, determinants കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ dit T മെട്രിക്സിനകത്തുനിന്ന് കണ്ടുപിടിക്കുന്നത് പഠിക്കും. ഓക്കെ, അപ്പോൾ പ്രൊപ്പോസിഷൻ 14 ആണ് ആദ്യത്തത്. ആൻ ഓപ്പറേറ്റർ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ഡിറ്റർമിനൻറ്റ് ഈസ് നോൺ സീറോ. നമ്മൾ മെട്രിക്സിൻ്റെ നമ്മൾ പണ്ട് പഠിക്കത്തില്ലേ, മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണെന്ന്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻ ഓപ്പറേറ്റർ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ഡിറ്റർമിനൻറ്റ് ഈസ് നോൺ സീറോ. പ്രൂഫിലേക്ക് പോവാം. ഫസ്റ്റ്, സപ്പോസ് വി ഈസ് എ കോംപ്ലക്സ് വെക്റ്റർ സ്പേസ് ആൻഡ് T ബിലോങ്സ് ടു L ഓഫ് V. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ വി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് വെക്റ്റർ സ്പേസ് ആണെന്ന് അസ്യൂം ചെയ്യുക. T എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ദ ഓപ്പറേറ്റർ T ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് 0 ഈസ് നോട്ട് ആൻ ഐഗൻ വാല്യൂ ഓഫ് T. ഓക്കെ, അത് നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുള്ളതാണ്. T ഇൻവേർട്ടിബിൾ ആണെങ്കിൽ 0 എന്ന് പറയുന്ന ഐഗൻ വാല്യൂ ആകരുതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്ലിയർലി ദിസ് ഹാപ്പൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൻ വാല്യൂസ് ഓഫ് T ഈസ് നോട്ട് 0. അപ്പം ഒരു ഐഗൻ വാല്യൂ പോലും 0 ആവരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഗൻ വാല്യൂസിൻ്റെ പ്രോഡക്റ്റും എന്താകരുത്, 0 ആകരുതെന്ന്. ദസ് T ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് dit T നോട്ട് ഈക്വൽ ടു 0 ആസ് ഡിസൈഡ്. അപ്പോൾ dit T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും
എന്താണ് പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൻ വാല്യൂസ് ആണല്ലോ. നമ്മൾ അത് 0 ആകരുതെന്ന് പറഞ്ഞു, ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റ് ടി നോട്ട് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ദസ് ടി ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഡിറ്റ് ടി നോട്ട് ഈക്വൽ ടു 0 ആസ് ഡിസൈഡ്. ഇനി തിരിച്ച് നൗ സപ്പോസ് ദാറ്റ് വി ഈസ് എ റിയൽ വെക്ടർ സ്പേസ് ആൻഡ് ടി ബിലോങ്സ് ടു എൽ ഓഫ് വി. എഗെയിൻ ടി ഈസ് ഇൻവേർട്ടിബിൾ. നമ്മൾ രണ്ടായിട്ട് ചെയ്യുന്നത്, ഒന്ന് ആദ്യം ചെയ്തത് ഫസ്റ്റ് പാരഗ്രാഫിൽ കോംപ്ലക്സ് വെക്ടർ സ്പേസിൻ്റെ ചെയ്തു, സെക്കൻഡ് പാരഗ്രാഫിൽ റിയൽ വെക്ടർ സ്പേസിൻ്റെതാണ്. നൗ സപ്പോസ് വി സേ റിയൽ വെക്ടർ സ്പേസ് ആൻഡ് ടി ബിലോങ്സ് ടു എൽ ഓഫ് വി. എഗെയിൻ ടി ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി 0 ഈസ് നോട്ട് ആൻ ഐഗൻ വാല്യൂ ഓഫ് ടി. അപ്പം ടി എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി 0 നോട്ട് ആൻ ഐഗൻ വാല്യൂ ഓഫ് ടി. നേരത്തെ പോലെ തന്നെ യൂസിങ് ദ നൊട്ടേഷൻ ഓഫ് 10.7 വി ഹാവ്. അപ്പോൾ 10.7 പറഞ്ഞിരിക്കുന്ന ആ ഒരു നമ്മുടെ റിയൽ വെക്ടർ സ്പേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എഴുതിയിരിക്കുന്ന സെക്ഷനിലെ ആ ഒരു ഇക്വേഷനാണ് 10.7 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഡിറ്റ് ടി എന്ന് പറയുന്നത് λ1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു λm ഇൻറ്റു β1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു βm എന്ന് കിട്ടും. വേർ ദ ലാംഡാസ് ആർ ദി ഐഗൻ വാല്യൂസ് ഓഫ് ടി ആൻഡ് ദ ബീറ്റാസ് ആർ ദി സെക്കൻഡ് കോർഡിനേറ്റ്സ് ഓഫ് ദി ഐഗൻ പെയേഴ്സ് ഓഫ് ടി. അപ്പോൾ ഇവിടെ ലാംഡാസ് എന്ന് പറഞ്ഞാൽ ഐഗൻ വാല്യൂസ് ആണ്, ബീറ്റാസ് സെക്കൻഡ് കോർഡിനേറ്റ്സ് ഓഫ് ദി ഐഗൻ പെയേഴ്സ് ആണ്. നമ്മൾ അങ്ങനെയാണല്ലോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈച്ച് റിപ്പീറ്റഡ് അക്കോർഡിംഗ് ടു മൾട്ടിപ്ലിസിറ്റി. അപ്പം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അത്ര പ്രാവശ്യം നമ്മൾ എടുക്കുന്നുണ്ട്. ഫോർ ഈച്ച് ഐഗൻ പെയർ ആൽഫ ജെ കോമ ബീറ്റ ജെ വി ഹാവ് ആൽഫ ജെ സ്ക്വയർ ലെസ് ദാൻ 4 ഇൻറ്റു ബീറ്റ ജെ. ഓക്കെ, അപ്പം ഓരോ ഐഗൻ പെയർ എടുത്താലും ഐഗൻ പെയർ കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ കോംപ്ലക്സ് ഐഗൻ വാല്യൂസ്, അതിന് ഐഗൻ വാല്യൂസ് എന്ന് പറയത്തില്ല, കോംപ്ലക്സ് ആയിട്ടുള്ള നമ്പേഴ്സ് ഒരു റിയൽ വെക്ടർ സ്പേസിൻ്റെ ഐഗൻ വാല്യൂസ് ആയിട്ട് കിട്ടുമ്പം അത് കോഞ്ചുഗേറ്റ് പെയറായിട്ട് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ കോഞ്ചുഗേറ്റ് പെയർ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സ് മൈനസ് ഓഫ് എ പ്ലസ് ഐ ബി എക്സ് മൈനസ് ഓഫ് എ മൈനസ് ഐ ബിയുടെ ചേർത്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എ പ്ലസ് ആൽഫ 1 എക്സ് എ പ്ലസ് ബീറ്റ 1 ഫോമിൽ വരും. അതിനകത്തിൽ ആൽഫ 1 ബീറ്റ 1 എന്ന് പറയുന്നതാണ് അതിൻ്റെ ഐഗൻ പെയർ എന്ന് പറയുന്നത്. ഇനി ഇത് കോംപ്ലക്സ്, അതായത് ഇപ്പോൾ നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? എ പ്ലസ് ഐ ബി എ മൈനസ് ഐ ബി ആണ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് റൂട്ടായിട്ട് വരുന്ന നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. ഡിസ്ക്രിമിനൻ്റ് ആണ് ഈ ആൽഫ ജെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ബീറ്റ ജെ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ ജെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ബീറ്റ ജെ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൽഫ ജെ സ്ക്വയർ ലെസ് ദാൻ 4 ഇൻറ്റു ബീറ്റ ജെ എന്ന് കിട്ടും. ഇൻ പർട്ടിക്കുലർ ഈച്ച് ബീറ്റ ജെ ഈസ് പോസിറ്റീവ്. അതെങ്ങനെയാണ്? ആൽഫ ജെ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്, സ്ക്വയർ ആയതുകൊണ്ട്. അതിനേക്കാളും വലുതാണ് 4 ഇൻറ്റു ബീറ്റ ജെ. 4 പോസിറ്റീവാണ്, അപ്പോൾ ബീറ്റ ജെ എന്തായേ പറ്റുള്ളൂ? പോസിറ്റീവ് ആയേ പറ്റുള്ളൂ. ഇൻ പർട്ടിക്കുലർ ഈച്ച് ബീറ്റ ജെ ഈസ് പോസിറ്റീവ്. ദിസ് ഇംപ്ലൈസ്, അപ്പോൾ ഡിറ്റ് ടി ഈസ് ഈക്വൽ ടു λ1 ഇൻറ്റു എക്സെട്ര λm ഇൻറ്റു എക്സെട്ര β1 ഇൻറ്റു എക്സെട്ര βmനകത്ത് ബീറ്റകളെല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഈ ഡിറ്റ് ടി നോൺ സീറോ ആകണമെങ്കിൽ പിന്നെ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ലാംഡയുടെ വാല്യൂവിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ദിസ് ഇംപ്ലൈസ് 10.15 നമുക്ക് എന്ത് കിട്ടും? λ1 ഇൻറ്റു എക്സെട്ര λm നോട്ട് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിറ്റ് ടി നോട്ട് ഈക്വൽ ടു 0. ദസ് ടി ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിറ്റ് ടി നോട്ട് ഈക്വൽ ടു 0 ആസ് ഡിസൈഡ്. ഓക്കെ, അടുത്തത് ഇഫ് ടി ബിലോങ്സ് ടു എൽ ഓഫ് ഇ ആൻഡ് ലാംഡ കോമ ഇസഡ് ബിലോങ്സ് ടു എഫ് ദെൻ ലാംഡ ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് ടി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇസഡ് മൈനസ് ലാംഡ ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് ഇസഡ് ഐ മൈനസ് ടി. അതൊരു മറ്റൊരു റിസൾട്ടാണ്. ടി ബിലോങ്സ് ടു എൽ ഓഫ് ഇ ആണ്, ലാംഡ ഇസഡ് ബിലോങ്സ് ടു എഫ്. ദെൻ ലാംഡ ഐഗൻ വാല്യൂ ഓഫ് ടി ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ് ഇസഡ് മൈനസ് ലാംഡ ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് ഇസഡ് ഐ മൈനസ് ടി ആണ്. അപ്പോൾ ലാംഡ എന്ന് പറയുന്ന ടിയുടെ ഐഗൻ വാല്യൂ എന്ന് വിചാരിക്കുക. അപ്പോൾ മൈനസ് ഓഫ് ടി മൈനസ് ലാംഡ ഐ ഈക്വൽ ടു നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം, ഇസഡ് ഐ മൈനസ് ടി മൈനസ് ഓഫ് ഇസഡ് മൈനസ് ലാംഡ ഇൻറ്റു ഐ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മൊത്തത്തിൽ ഐ കൊണ്ട് ഓപ്പൺ റൈറ്റ് സൈഡ് എഴുതിയിരിക്കുന്ന ഇസഡ് മൈനസ് ലാംഡനെ ഐ കൊണ്ട് ഓപ്പൺ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ഓഫ് ടി മൈനസ് ലാംഡ ഐ എന്ന് കിട്ടും. ഓക്കെ, അത് ഒരു ജസ്റ്റ് അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇസഡ് ഐ മൈനസ് ടി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ്. മൈനസ് ലാംഡ ഐ എന്ന് വരുന്നതിന് പകരം ഇസഡ് മൈനസ് ലാംഡ ഇൻറ്റു ഐ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇസഡ് ഐ മൈനസ് ടിയുടെ ഒരു ഐഗൻ വാല്യൂ ആണ് ഇസഡ് മൈനസ് ലാംഡ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡയമെൻഷൻ ബി പവർ എടുക്കുന്നു. രണ്ട് സൈഡിലും ഡയമെൻഷൻ ബി പവർ നമ്മൾ എടുക്കുന്നു. ഡയമെൻഷൻ ബി പവർ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടി മൈനസ് ലാംഡ ഐ ദ ഹോൾ ഈസ് ടു ഡയമെൻഷൻ വി ഓഫ് എനി വെക്ടർ വി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും.
ഇനി അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അത് പഠിച്ച സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് വി എന്ന് പറയുന്നൊരു ഐഗൻ വെക്ടർ ആണെങ്കിൽ ടി മൈനസ് ലാംഡ ഐ ഓഫ് ഒരു പവർ ടി മൈനസ് ലാംഡ ഇത് ടി മൈനസ് ലാംഡ ഐ ഓഫ് വി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ ഈ ടി മൈനസ് ലാംഡ ഐ ഓഫ് വി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഇസഡ് ഐ മൈനസ് ടി മൈനസ് ഓഫ് ഇസഡ് മൈനസ് ലാംഡ ഇൻറ്റു ഐ ഓഫ് വി ഈക്വൽ ടു 0 ആയിരിക്കും. ലെഫ്റ്റ് സൈഡ് 0 ആയതുകൊണ്ട് റൈറ്റ് സൈഡിലും 0 ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഇസഡ് മൈനസ് ലാംഡയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ആയിരിക്കും ഫോർ ദി ഓപ്പറേറ്റർ ഇസഡ് ഐ മൈനസ് ടി. അപ്പോൾ ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് ടി മൈനസ് ലാംഡ ഇത് ഹോൾ ഈസ് ടു ഡയമെൻഷൻ വി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡയമെൻഷൻ വി പവർ എടുക്കുന്നു, അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ഡയമെൻഷൻ വി പവർ എടുക്കുന്നു, അതിൻ്റെ നൾ സ്പേസ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? റേസിംഗ് ബോത്ത് സൈഡ്സ് ഓഫ് ദിസ് ഇക്വേഷൻ to the dimension v power and then taking null spaces of both sides shows that the multiplicity of lambda is an eigenvalue of t. അപ്പോൾ രണ്ട് സൈഡിലും ഒരേ വാല്യൂ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ലാംഡയുടെ മൾട്ടിപ്ലിസിറ്റി എത്ര തന്നെയാണോ അതേപോലെ തന്നെയായിരിക്കും ഇസഡ് മൈനസ് ലാംഡയുടെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, the next lemma gives the analogous result for eigenpairs. We will use this lemma to show that the characteristic polynomial can be expressed as a certain determinant. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അനലോഗസ് റിസൾട്ട് ഐഗൻ പെയർസിൻ്റെതാണ് അടുത്ത ലെമ്മ എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.